എല്ലാ കൂട്ടുകാർക്കും പവിത്രം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ സുരേന്ദ്രനാണ്. ഇന്നത്തെ വീഡിയോ ഇത് കണ്ടോ, തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് തിരുവോണമാണ്. മഹാബലിയെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന തൃക്കാക്കര ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവോണ നാളിൽ തൃക്കാക്കരയപ്പനെ ദർശിക്കാൻ വൻ ഭക്തജനത്തിരക്കാണ് ഇവിടെ. രാവിലെ മുതൽ ആയിരങ്ങളാണ് ദർശനം നടത്താൻ എത്തിയിരിക്കുന്നത്. മനോഹരമായ ചുറ്റുപാടിൽ വിശാലമായ ഒരു പ്രദേശത്താണ് ഈ ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണ മഹോത്സവമാണ്. ഇന്നത്തോടുകൂടി കൊടി ഇറങ്ങും കേട്ടോ. മഹാബലിയും വാമനും ഒരുപോലെ ആരാധിക്കപ്പെടുന്ന അപൂർവതയാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഓണ മഹോത്സവം. ചിങ്ങമാസത്തിലെ അത്തം നാളിൽ കൊടിയേറി തിരുവോണത്തിന് ആറാട്ടോടെയാണ് തൃക്കാക്കരയിലെ തിരുവോണോത്സവം തീരുന്നത്. കൊടിയേറിയാൽ 10 ദിവസത്തെ ചടങ്ങുകളാണ്. 10 അവതാരങ്ങളുടെ ദശാവതാര ചാർത്ത് ഓരോ ദിവസവും ഉണ്ട്. 5-ാം നാളിലെ വാമനച്ചാർത്തിന് വലിയ തിരക്കാണ്. 10 ദിവസവും പൂക്കളവും തീർക്കും. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ഭാഗത്ത് കനത്ത മഴയായിരുന്നു കേട്ടോ. മഴ വാർഷികാഘോഷങ്ങളുടെ താളം തെറ്റിക്കുമെന്ന് ഭയപ്പെട്ടിരുന്നുവെങ്കിലും ശനിയാഴ്ച തെളിഞ്ഞ ആകാശവും ശോഭയുള്ള സൂര്യപ്രകാശവുമായിരുന്നു. ഞായറാഴ്ചയായ ഇന്ന് ആഘോഷങ്ങൾക്ക് ഒരു തടസ്സവും സൃഷ്ടിച്ചില്ല. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ഓണം വരുന്നത്. വീടുകൾ പുനർനിർമ്മിക്കാനും ഉപജീവനമാർഗം വീണ്ടെടുക്കാനും ആ മേഖലയെ സാമ്പത്തികമായും സാമൂഹികമായും ചലനാത്മകമാക്കാനുള്ള വലിയ ശ്രമത്തിലാണ് എല്ലാ അധികാരികളും. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് പഠിപ്പിക്കുന്ന ഓണസങ്കല്പം വിവേചനങ്ങൾക്ക് അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഐക്യം ഉയർത്തിപ്പിടിക്കാൻ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ വിനീതമായി പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഞാൻ എൻ്റെ ഹൃദയംഗമായ ഓണാശംസകൾ അറിയിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും അമർത്തണം. എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇന്ത്യയിൽ വാമനൻ പ്രതിഷ്ഠയായുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലുള്ള ക്ഷേത്രം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാമനോടൊപ്പം ശിവനും ഇവിടെ പ്രത്യേകം ക്ഷേത്രത്തിൽ വാഴുന്നുണ്ട്. ഇനി നമുക്ക് ഉത്സവ കാഴ്ചകളിലേക്ക് പോകാം.
ഇന്നത്തെ വീഡിയോയിൽ വിവരണം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ക്ഷേത്രാന്തരീക്ഷത്തിലെ സൗണ്ടുകൾ കട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഉത്സവാന്തരീക്ഷം നിലനിർത്തണം എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എല്ലാവരും സഹകരിക്കണം കേട്ടോ. തൃക്കാക്കരയെപ്പറ്റി ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.